പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്ത കാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഞാൻ അങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മാത്രം പ്രത്യംഗിക്കുന്നത് നിൻ്റെ കരുണയും സ്നേഹവും അനുഭവിച്ചറിയുവാൻ രക്ഷകനായ അങ്ങയെ പ്രതീക്ഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിച്ച് സ്തുതിച്ച് മാത്രം പ്രത്യംഗിക്കാൻ നന്ദി പറയും. പ്രിയമുള്ളവരെ, ഇതാ ഞാൻ ദാവീദിൻ്റെ വംശത്തിൽ നീതിയുടെ ശാഖ മുളപ്പിക്കുന്ന ദിവസം വരുന്നു. ഞാൻ രാജാവായി വാഴുകയും ബുദ്ധിപൂർവ്വം അവരെ ഭരിക്കുകയും ചെയ്യും. നാട്ടിൽ നീതിന്യായവും ഞാൻ നടപ്പിലാക്കും. അവൻ്റെ നാളുകളിൽ യൂദയ രക്ഷപ്പെടും, ഇസ്രായേൽ സുരക്ഷിതമായിരിക്കും. കർത്താവാണ് ഞങ്ങളുടെ നീതി എന്ന പേരിലായിരിക്കും അവൻ അറിയപ്പെടുക. രക്ഷകനെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഏറ്റവും അടുത്ത ദിവസങ്ങളിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ഇന്നത്തെ വചനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുകയാണ്. മാതാവായ മറിയവും ജോസഫിനും വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവൾ സഹവസിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. ജോസഫിൻ്റെ സ്വപ്നത്തെക്കുറിച്ച് ഇന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ദൈവദൂതൻ സ്വപ്നത്തിലൂടെ അറിയിച്ചനുസരിച്ച് ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. വിശ്വാസപൂർവമായ പ്രത്യാശയുടെ ആഗമനകാലത്തിലായിരുന്നു നമ്മൾ ഓരോരുത്തരും. യേശുവിൻ്റെ വളർത്തുപിതാവായ ജോസഫ് വിശ്വാസപൂർണമായ പ്രത്യാശയോടുകൂടിയാണ് മറിയത്തെ സ്വീകരിച്ചത്. ദൈവദൂതൻ പറഞ്ഞതനുസരിച്ച് പ്രതികൂല സാഹചര്യങ്ങളായിരുന്നിട്ടും മറിയത്തെ സ്വീകരിച്ചു. വിശ്വാസത്തിൻ്റെ ബലം സ്വീകരിച്ചുകൊണ്ടാണ്. ദൈവം വാഗ്ദാനം പാലിക്കുന്നതുമായിട്ടുള്ള ബോധ്യമുണ്ടായിരുന്നു. ദൈവം നൽകിയ വെളിപാട് അതിനുറപ്പായി മാറി. ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ജോസഫ് മുന്നോട്ട് പോയത്. പ്രത്യാശയുള്ളവന് മാത്രമേ വിശ്വാസത്തിലെ ഉറപ്പ് ലഭിക്കൂ. വിശ്വാസം കാണപ്പെടാത്തതുകൊണ്ട് നാം പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്നുള്ള ഒരു ഉറപ്പ്, അതാണ് വിശ്വാസം. ആ വിശ്വാസം നിനക്കുണ്ടോ എന്ന് കർത്താവിനെ ചോദിക്കുക. കാത്തിരിപ്പിൻ്റെ ഈ ദിനങ്ങളിൽ നമ്മളെ ഓരോരുത്തരെയും പ്രത്യാശ നിരാശരാകാതിരിക്കുവാനും ഭഗ്നാശരാകാതെ പ്രാർത്ഥിച്ചുകൊണ്ട് രക്ഷകനെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുമാണ് നമ്മെ ഓരോരുത്തരെയും വിളിക്കുക. ഇന്ന് കർത്താവിൻ്റെ തിരുമുമ്പിൽ നമുക്ക് നമ്മെ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. രക്ഷകൻ നമ്മുടെയൊക്കെ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ സമാധാനമുണ്ടാകും, സന്തോഷമുണ്ടാകും, നീതിയുണ്ടാകും. അസമത്വത്തിൻ്റെ മേഖലകളെല്ലാം മാറും. പരസ്പരം സ്നേഹിക്കുവാനും ഐശ്വര്യത്തെ നമ്മുടെ കുടുംബത്തെ നയിക്കുവാനും കഴിയും. നിങ്ങളുടെ കുടുംബങ്ങളെല്ലാം ഈശോയുടെ ഈ കടന്നുവരവിൽ അനുഗ്രഹിക്കട്ടെ എന്നും ജോസഫിനെ പോലെ ദിവ്യമായ ദർശനങ്ങളും സ്വപ്നങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് അവിടുത്തെ സ്വീകരിക്കുവാനും അവിടുത്തെ വഴി നടക്കുവാനും കഴിയട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ